മോർണിംഗ് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും നമ്മളെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ധ്യാനിസേ, ധ്യാനിസ് ഇന്ന് എന്താ ഒരു കുരുത്തക്കേട് കാണിച്ചു വെച്ചല്ലോ, എന്താ പറഞ്ഞേ? ഗൈസ്, ഇന്നലെ ഞാന് രാവിലെ അല്ല വൈകുന്നേരം അമ്മേനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. അമ്മക്ക് കാല് വേദനയായിട്ട്. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി ഞങ്ങൾ കാണിക്കാൻ വേണ്ടി അവിടെ ഇങ്ങനെ ക്യൂ നിൽക്കുന്നതാണ്. അപ്പോൾ ജിത്ത് വിളിക്കുന്നു, ധ്യാനൂസ് ഒരു സൂത്രം ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്, കാലുണ്ട് കത്തി കൊണ്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് പറഞ്ഞിട്ട്. അപ്പോൾ വീഡിയോ കോളൊക്കെ വിളിച്ച് കാണിച്ചു തന്ന്. അപ്പോൾ ഞാൻ വെച്ച് ഇപ്പോൾ കാണിക്കാൻ പോകണമെന്ന് വെച്ച്. അപ്പോൾ കാണിക്കാൻ മാത്രമല്ല, ചെറുങ്ങനെ മുറിച്ചിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ വന്ന് മുറിയൊക്കെ നോക്കി ഞങ്ങൾ മരുന്നൊക്കെ വാങ്ങി വെച്ച് കൊടുത്ത്. അപ്പോൾ ഇന്നലെ വേദന ഒന്നുമില്ല, പക്ഷെ ഇന്ന് വേദനയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കിടക്കുന്ന കാലിൽ വേദനയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഗൈസ്, ഞാനും ധ്യാനൂസും കൂടി നേരെ നമ്മളെ ഒരു സൈറ്റ് ഉണ്ട്, എൻ്റെ പെങ്ങളെ വീട്ടിൽ തന്നെ കേട്ടോ. അപ്പോൾ അവിടത്തേക്ക് ഞാനും ധ്യാനൂസും കൂടി വെറുതെ ഒന്ന് പോകുന്നു. അല്ലാന്ന് വെച്ചാൽ നമ്മൾ രാവിലെ എണീച്ച് പല്ലൊക്കെ തേച്ച് ചായയൊക്കെ കുടിച്ച്, അപ്പോൾ അച്ചാച്ചെ അവിടെ പണിക്ക് പോയിക്കില്ലേ, അന്നേരം നമ്മൾ അച്ചാച്ചനെ അതുകൊണ്ട് ഞാളിനി ഇപ്പോൾ എൻ്റെ പെങ്ങളെ വീട്ടിൽ തന്നെ കേട്ടോ പണി. അപ്പോൾ ഇനി അവിടെ ഒന്ന് പോയിട്ട് എന്തൊക്കെ വിശേഷങ്ങൾ നോക്കട്ടെ അല്ലേ, നമുക്ക് പോകാല്ലേ? ഓക്കെ ഏകദേശം സമയം 9 മണി ആവാനായിട്ട്. എന്നിട്ട് പക്ഷേ ടൗണിലെ കടകളൊന്നും തുറന്നിട്ടില്ല. അപ്പോൾ ഫുള്ള് എന്താ പറയുക, ഒരു ഞായറാഴ്ച പോലെ ആട്ടോ ഉള്ള. ഇപ്പോൾ ഞാൻ നേരെ ഞങ്ങളുടെ വീട്ടിലെത്തിയിട്ടാ. ഞങ്ങളുടെ വീട്ടിലെത്തിയിട്ട് ഇവിടെ ഫുള്ള് കളിയാട്ടെ. രാമസിലാവും സോഫയിൽ ലോറി കളിക്കുന്നത്. അപ്പോൾ വന്നതെന്ന് വെച്ചാൽ ഇതെന്താ ഇല്ല കേട്ടോ, നമുക്ക് പണി ഇല്ല. ഇപ്പോൾ പണിയെടുക്കുന്നത് ഇവിടെ കിട്ടുന്നു കേട്ടോ. അല്ലേ, അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നാ. അപ്പോൾ ഞാൻ തിരിച്ച് ഞാൻ വരുമ്പോൾ പെങ്ങളടി ആയതുകൊണ്ട് എന്താക്കാം, ഇത് പെങ്ങളെ വീട്ടില്ല. അപ്പോൾ ഇതാണ് എൻ്റെ പെങ്ങളെ വീട്. അപ്പോൾ ഇത് എൻ്റെ പെങ്ങളെ ഭർത്താവിൻ്റെ അനിയൻ്റെ വീട് കേട്ടോ. എടുക്കുന്ന ഇതിൻ്റെ അപ്സ്റ്റെയർ. അപ്പോൾ അതിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് സൈറ്റ് വന്ന് നോക്കാൻ വേണ്ടി വന്നപ്പോൾ ധ്യാനസ് പറഞ്ഞ് പെങ്ങളോട് വരുന്നുണ്ട്, ഞാനും വരുന്നുണ്ട്. അങ്ങനെ ധ്യാനസിനെ കുട്ടി കേട്ടോ. അപ്പോൾ അവർ ഭയങ്കര കളിയില്ല ഇവിടെ ഉള്ള. അപ്പോൾ ഞാൻ ചായ കുടിക്കുന്ന കേട്ടോ. ധ്യാനസേ എന്തൊക്കെ കിട്ടിയേ? എന്തൊക്കെ ചായക്ക് കിട്ടിയേ? ആ, അതിന്റെ പേരെന്താ? കപ്പപ്പുഴുക്ക്. കപ്പപ്പുഴുക്ക് കേട്ടോ ധ്യാനസേ. ഇത് കഴിച്ചിട്ട് നമ്മൾ നേരെ ഇനി എങ്ങോട്ടാ പോന്നെ? നമ്മൾ ലോറിയിൽ വറ എടുക്കാൻ പോണ്ടി. ധ്യാനൂസ് ഇവിടെ വന്നപ്പോൾ വരുന്നില്ല കേട്ടോ. ധ്യാനൂസിന് ഇവിടെ കളിക്കാൻ കുറെ ആളെ കിട്ടിയപ്പോൾ പിന്നെ ധ്യാനൂസ് വീട്ടിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞത്. അമ്മയുടെ വീട്ടിൽ കാത്തുനിന്ന് പോണ്ടേ? ലോറിയിൽ പോണ്ട. ധ്യാനൂസ് വരുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ ഞങ്ങളിവിടെ അവസാനം അടിയാവും. ഗൈസ്, മൊത്തം പരിപാടി മൊത്തം കൊളായിട്ടുള്ള ഗൈസ്. ഞാൻ ഇവിടെ കുടുങ്ങി എന്ന് പറഞ്ഞാൽ കുടുങ്ങി. ധ്യാനൂസ് കൊന്നിട്ട് ഇവിടുന്ന് വരുന്നില്ല കേട്ടോ. ധ്യാനൂസ് ഭയങ്കര കളി തന്നെ. ഇനിയിപ്പോൾ നമുക്കാണെങ്കിൽ വിറകെടുക്കാൻ പോകണം ഇങ്ങനെ പ്ലാൻ ചെയ്തിരുന്നു. വേറെ സൈറ്റിൽ കുറേ വിറകുണ്ടായിരുന്നു, തെങ്ങ് വെച്ചിട്ടുള്ള വിറകുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളെ വണ്ടി കയറ്റി വീട്ടിലേക്ക് കൊണ്ടുപോകണം. ഇങ്ങനെ എല്ലാവർക്കും രാവിലെ തന്നെ പണിയെല്ലാം തീർത്തിട്ട് നമുക്ക് എന്ത് പോവാം, വിറക് കയറ്റി കൊണ്ടുവരുന്നുണ്ട്. അമ്മയും ജിത്തയും കൂടി വീട്ടിൽ കാത്തിക്കുന്നുണ്ട്. ഞാനിവിടെ കുടുങ്ങിപ്പോയി. ഇവൻ വരുന്നില്ല. ഇവനിവിടുന്ന് കളിക്ക് ഭയങ്കര കളി എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര കളി. ഇപ്പോൾ അവനെ എങ്ങനെയെങ്കിലും ഉച്ചയ്ക്ക് ചോറ് തിന്നിട്ട് എന്താക്കണം, എല്ലാം സോപ്പിട്ടിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകണം കേട്ടോ. അപ്പം അതിനുവേണ്ടി ഞാനിവിടെ ഇങ്ങനെ കിടക്കുന്ന. ഇപ്പോൾ ഫാനും ഇട്ട് ഇവിടെ ഇങ്ങനെ കിടന്നേക്കുക. പിന്നാണെങ്കിൽ അവിടുന്ന് ഭയങ്കര കളിയാട്ടോ അവർ. നമ്മൾ അവിടുന്ന് സിപ്പൊക്കെ വാങ്ങിത്തരുമെന്ന് പറഞ്ഞ് സിപ്പേ എന്താ ധ്യാനൂസിന് സിപ്പൊക്കെ വാങ്ങിക്കൊടുക്കുമെന്ന് പറഞ്ഞ് ഒരുപാട് സോപ്പിട്ട് കേക്കൊക്കെ വാങ്ങിക്കൊടുക്കുമെന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങോട്ട് പോകുന്നിട്ടാ. കുറേ നേരം കഴിഞ്ഞ് ഇപ്പോൾ സമയം 2 മണിയായി. രാവിലെ നമ്മൾ 9 മണിക്ക് പോയതാട്ടാ. അപ്പോൾ ഇപ്പോൾ ആട്ടെ തിരിച്ചു വന്നേ. അപ്പോൾ നമ്മളെ പക്ഷീൻ്റെ വെള്ളം ഇവിടെ കേട്ടോ, വെള്ളം ഇന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഭക്ഷണമൊക്കെ തീർന്നാ? പക്ഷീൻ്റെ പൂച്ചൊക്കെ കണ്ട ചൂടെടുത്തിട്ട് ഒരു ചോലയത് പോയി കിടക്കുന്ന കേട്ടോ, ഭയങ്കര ചൂട്. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കണം. നമ്മൾ ഗ്രീനറി ഇട്ടുകൊണ്ട് ഇവിടെ കണ്ട നല്ലൊരു ചോല വന്നിട്ടാ. നമ്മൾ ചെടിക്കൊക്കെ നല്ലൊരു ചോല കിട്ടി. ഇല്ലെങ്കിൽ ഈ ചെടിയൊക്കെ ഈ സമയമാകുമ്പോഴേക്ക് വാടി തളർന്ന് കൂപ്പിയിരിക്കുന്നതാ. ഇപ്പോൾ ഇതിനൊക്കെ ഇപ്പോൾ ഈ സമയത്ത് കൂടി നല്ല ഫ്രഷ്നെസ് ഉണ്ട് കേട്ടോ. ആ ഒരു ചെറിയൊരു നെറ്റിൻ്റെ ഒരു ഗുണം കണ്ടോ. അവിടെ പോയിട്ട് അടുത്ത വിശേഷങ്ങളെല്ലാം വന്നിട്ട് അമ്മയോട് ജിത്തിനോട് വിവരിക്കുന്ന കേട്ടോ. ഞാൻ അവിടെ പോയി കിടക്കുക ചെയ്ത് പണിയൊന്നും നിർത്തിച്ചില്ല എന്നും പറഞ്ഞിട്ട് എന്തൊക്കെ തന്ന കുഞ്ഞെന്തൊക്കെ തന്നൊക്കെ പറഞ്ഞോക്കെ. ആണോ?
ഞങ്ങള് പോയി വരുമ്പോ എല്ലാവർക്കും ഓരോ ബർഗർ വാങ്ങിട്ടാ. അമ്മയ്ക്കും വാങ്ങി, ജാനസിനും വാങ്ങി, അതുപോലെ ജിറ്റക്കും വാങ്ങിട്ടാ. എങ്ങനെയുണ്ട് ബർഗർ? കണ്ടേ കളിച്ചേ ടീച്ചറാക്കി പൊമ്മില്ല നമസ്കാരം പാറുവിനെ കൊണ്ട് പറഞ്ഞേ. പാറു പൊമ്മി ചെറിയ ഒരു സ്റ്റുഡന്റ് ആയിട്ടും പാറു പിന്നെ ഒരു ടീച്ചറായിട്ടും ഇതിൽ ഡാൻസ് കളിച്ചു. അതാ പറയുന്നത്. അപ്പൊ നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുന്ന നമുക്ക് ഷൂ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഷൂ ഇതാ നമ്മളെ മച്ചാൻ കൊണ്ട് നിൽക്കുന്നുണ്ട്. ഷൂ അല്ലേ? ആ ഓക്കെ. അപ്പൊ നമ്മൾ ഇതിന്റെ പൈസ കൊടുത്ത് സെറ്റ് ചെയ്തിട്ടോ. അപ്പൊ ഇന്നത്തെ നമ്മളെ പിന്നെ അൺബോക്സിങ് ചെയ്യേണ്ട ജാനുസ് കേട്ടോ. ജാനുസേ വേഗം അൺബോക്സ് ചെയ്യേ. കടിച്ച് പൊട്ടിക്കേ കടിക്കരുത്, വലിച്ചു വലിക്കേ. ജാനുസിന് ശക്തി നോക്കട്ടെ, കടിച്ചു വലിക്കേ. അപ്പൊ പൊട്ടിച്ച് സഹായിക്കണ. ജാനുസിന് വലിച്ചിട്ട് വരുന്നില്ല കേട്ടോ, നല്ല ശക്തിയുള്ള കവറാ. അപ്പൊ ഇതൊരു കോംബോ ഷൂ ആട്ടോ നമ്മൾ ഓർഡർ ചെയ്തേ. എൻ്റെ ഷൂസ് പുറത്ത് വെച്ചിട്ട് മൊത്തം നനഞ്ഞു പോയിട്ടുണ്ട്. ഒന്ന് പൊട്ടിച്ചു കൊടുക്ക്. അപ്പൊ ധ്യാനൂസ് മാപ്പ് എന്ത് പറഞ്ഞ് സുല്ല് പറഞ്ഞ് ഇപ്പൊ ജിത്യ എന്റെ പൊട്ടി കണ്ടിട്ടാ. കാണിക്കേ, ഓരോന്നോരോന്ന് എടുക്ക്. അതാ ധ്യാനൂസിന് ഏത് ഷൂ ഇഷ്ടപ്പെട്ട നോക്കട്ടെ. ബ്ലാക്ക് ആണോ? കാണിച്ചേ, ബ്ലാക്ക് കാണിച്ചേ. ഓക്കെ, അടിപൊളി ഷൂ ആണോ? കുഴപ്പമില്ല കേട്ടോ. 450 കേട്ടോ നമ്മൾ ഇതിന് കൊടുത്ത 2 ഷൂസിന് 480 രൂപയാണ് കൊടുത്തത്. അപ്പോൾ കുഴപ്പമില്ല, അടിപൊളി ഷൂ ആട്ടോ. എന്തായാലും 450 ചവിട്ടി നോക്കിയിട്ട് ഇതിൻ്റെ പൊളിഞ്ഞു പോകുന്നത് നോക്കണം. എന്നിട്ട് വേണം ഇതിന് കറക്റ്റ് യൂസ്ഫുൾ ആണോ ഇല്ലയോ എന്നുള്ളത്. എന്നാലും നമ്മളിതിൻ്റെ റിവ്യൂ ഇതാട്ടോ. എന്താ പറയാ, ഇവിടെ ആർക്ക് ചെരുപ്പ് വാങ്ങിയാലും അവനും ഒന്ന് വാങ്ങണം കേട്ടാ. എന്ത് വാങ്ങിയാലും അവനൊന്ന് വേണം, അവനില്ല എന്ന് പറയുന്നത്. അപ്പൊ ഗൈസ് ഞാനും ധ്യാനസും ജിത്യയും കൂടി ഇവിടെ ഇങ്ങനെ സോഫയിൽ ഇരുന്നിട്ട് ഇങ്ങനെ കളിക്കുന്നതാണ്. അപ്പൊ എനിക്ക് പെട്ടെന്നൊരു ഐഡിയ മതി. അതായത് നമ്മളൊരു ചെറിയൊരു ഗെയിം കളിക്കുന്ന കേട്ടോ. ഗെയിം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ ഇങ്ങനെ 2 വിരൽ ഇക്കൈൻ്റെ 2 വിരൽ മറ്റേ കൈൻ്റെ ഇങ്ങനെ പൊക്കി വെക്കും. എന്നിട്ട് ഓരോ വിരലിലും ഞാൻ ഒരു സംഭവം, അതായത് എനിക്ക് ആരോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് എന്നുള്ള, ധ്യാനൂസിനോടാണോ അല്ലെങ്കിൽ ജിത്യനാണോ ഇഷ്ടമുള്ളത് എന്നുള്ള, ഞാനിങ്ങനെ 2 വിരലിൽ ആരാണോ പിടിക്കുന്നത് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് പപ്പക്ക് ഇവരോട് ആരാടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നുള്ള ഗെയിമാട്ടോ നോക്കുന്നത്. പക്ഷേ എഴുതാൻ നോക്കി ഞാൻ ആദ്യം പറഞ്ഞ ഞാനങ്ങനെ എല്ലാം എഴുതിയിട്ട് പേപ്പറിൽ വെക്കും. എന്നിട്ട് ഞാനിങ്ങനെ പൊക്കി വെക്കും. എന്ന് വെച്ചാൽ നമ്മള് ഇവര് പിടിച്ചു കഴിഞ്ഞ് ഞാൻ വാക്ക് മാറ്റുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് മുന്നേ ഞാൻ എഴുതിയിട്ട് ഇവരെ കാണിക്കാണ്ട് വെക്കാന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പൊ എന്നെ നോക്കിയിട്ട് കാണില്ല. അപ്പൊ ഞാൻ വിചാരിച്ചാൽ ജിത്യന്റെ ഫോണിൽ എൻ്റെ ഫോണിൽ നിന്ന് ഞാൻ മെസ്സേജ് ആയിട്ട് ടൈപ്പ് ചെയ്തിട്ട് അയക്കും. പക്ഷേങ്കിൽ അത് കാണിക്കുക ഓരോ 2 ആൾ പറഞ്ഞതിന് ശേഷം മാത്രമേ കാണിക്കൂ കേട്ടോ. അപ്പൊ ഞാൻ ആദ്യം എന്താക്കട്ടെ, ടൈപ്പ് ചെയ്തിട്ട് മെസ്സേജ് അയക്കും. പെണ്ണ് എന്നാ പെണ്ണുണ്ട്, ധ്യാനസ് പെണ്ണെടുക്കാൻ മേലെ പോകുന്നുണ്ട് കേട്ടാ. അപ്പൊ ഞാൻ എന്നാ പേപ്പറിൽ എഴുതിയിട്ട് ഇവിടെ വെക്കും. എൻ്റെ ഈ 2 വിരലിൽ ആരോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് എന്നുള്ള ഒരു വിരൽ ഇതിൽ ഇപ്പൊ ധ്യാനൂസിനോട് ആണോ കൂടുതൽ ഇഷ്ടം, ഈ വിരൽ എല്ലാവരും ഈ 2 ആളും കൂടി ഈ വിരലാണ് പിടിക്കുന്നതെങ്കിൽ അതാണോ ഞാൻ എന്താ എഴുതി വെച്ചെന്നുള്ള കൺഫ്യൂഷൻ. ഓക്കെ, മനസ്സിലായിക്കാ? ഇപ്പൊ ഈ ഒരു വിരല് ധ്യാനൂസ് ഇഞ്ഞും കൂടി പിടിക്കുന്നതാണെങ്കിൽ ഞാൻ എന്താ എഴുതി വെച്ചെന്നുള്ള ആണ് നോക്കുന്ന നമ്മള്. ഇപ്പൊ അങ്ങനെയാണ് നോക്കുന്ന ഗെയിം. അപ്പൊ ഞാൻ ആദ്യം ഇവരെ കാണാണ്ട് ഞാൻ എന്താക്കും, അപ്പുറം പോയിട്ട് എഴുതി വെക്കും കേട്ടാ. എന്നിട്ട് ഇവരെ കൊണ്ട് ഇങ്ങനെ വിരല് പിടിപ്പിക്കും. നോക്കാം ആരാണ് 2 എഴുതി വെക്കും. എന്റെ ഈ വിരലിന് ആരോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്. ഇതേപോലെ തന്നെ 2 കഴിക്കില്ലേ? 2 കഴിക്കും. ഓക്കെ, അപ്പൊ മനസ്സിലാവല്ലോ എന്റെ മനസ്സിലുള്ള. ഗായ്സ് ഇവള് ഭയങ്കര വഞ്ചകയാണ്, നീച്ചകയാണ് ഗായ്സ്. ഇവളില്ലേ, ഇവളെല്ലാം എപ്പോഴും പറയും എനിക്ക് ഇവളോട് ഇഷ്ടമാണ്. അപ്പൊ ഇവർക്ക് ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്നുള്ള ഞാൻ ഇപ്പൊ തെളിയിച്ചു തരട്ടാ. ജാനുസ് പോയി പപ്പേന്റെ മോനെടുത്ത് പോയി. ജാനുസ് മേലെ പോയി പെണ്ണെടുക്കാൻ പോയി കേട്ടോ. അപ്പൊ പെണ്ണെടുത്ത് കേട്ടെ. അതൊക്കെ കാര്യം പറയും. പപ്പ വാങ്ങി വെക്ക്, നീ അങ്ങോട്ട് മാറി. അവൻ നിന്നാലും കുഴപ്പമില്ലല്ലോ. അവന് എഴുത്തും വായന അറിയില്ലാത്തല്ലേ. എഴുത്തും വായന അറിഞ്ഞിട്ട് വേണ്ട. ഞാന് എന്റെ ചെറിയ വിരലിന് ആരോടാണ് ഇഷ്ടമുള്ള, വലിയ വിരലാണ് ഇഷ്ടമുള്ളത്. അത് ശതമാനം വരുന്നുണ്ട് കേട്ടാ. ഓക്കെ, അയ്യാ ശതമാനൊക്കെ ഇതെന്നാ ഹലോ ഏതാ പിടിക്കുവന്ന് ഗെയിമല്ലേ?
ഞാനിപ്പോ ചൊല്ലിട്ട എന്നറിയാ ഞാനില് പപ്പ ഈ അച്ഛമ്മേന്റെയും ഇല്ലി പപ്പേന്റെയും ഇല്ലെന്റെയും അമ്മേന്റെ പേരടി അച്ഛമ്മ വരില്ല അപ്പ അച്ഛമ്മ വരില്ല അപ്പ അപ്പ പപ്പ എന്ത് ചെയ്യണം കൂടുതൽ ഇതിൽ ആരോടെ പേര് കണ്ടിട്ടില്ല. നമ്മള് ഈ ബുക്കിന്റെ അകത്ത് എഴുതിയിട്ട് മറച്ചു വെച്ചിട്ടുണ്ട് കേട്ടാ. ഇനിയിപ്പോ ഞാൻ എന്റെ 2 വിരൽ ഇങ്ങനെ പൊക്കിയിട്ട് ഇവരെടുത്ത് കൊണ്ടുപോകാൻ കേട്ടാ. ഓക്കെ. അപ്പൊ ജാനൂസ് ഈ 2 വിരല് നിങ്ങൾ പിടിക്കണം. ഈ 2 വിരല്. അപ്പൊ ഈ 2 വിരൽ ഏതിലാണ് ആരോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതെന്നാണ് നോക്കുന്നത്. ഓക്കെ, പിടിക്കേ, മുറുക്കെ പിടിച്ചേക്ക്. ഒരു വിരള പിടിക്കാൻ പറ്റുള്ളൂ. രണ്ടാൾ പിടിച്ചേക്ക്, 2 പിടിച്ചേക്ക്. ജാനൂസ് കുഞ്ഞു വിരലു, അമ്മ വലിയ വിരല പിടിച്ചല്ലേ. ഓക്കെ, നോക്കാം. ഇത് കണ്ടോളാ, ഞാൻ വെച്ച് ചെറിയ വിരളാണ് പിടിക്കുന്നതെങ്കിൽ ധ്യാനൂസിനോടാണ് ഇഷ്ടം, വലിയ വിരളാണ് പിടിക്കുന്നതെങ്കിൽ ചിത്തിയാണ് ഇഷ്ടം. അപ്പൊ ഇവർ രണ്ടാളും 2 വിരലാട്ടോ പിടിച്ചേ. അപ്പൊ രണ്ടാളോട് അപ്പൊ ഇവർ രണ്ടാളും ഓരോരോ വിരളാ പിടിച്ചേട്ടാ. അപ്പൊ ഓരോരോ വിരല പിടിച്ചുകൊണ്ട് രണ്ടാളോട് ഒരേപോലെ ഇഷ്ടം കേട്ടാ. ഓക്കെ, ഞാൻ സങ്കടപ്പെടണ്ട. ഓക്കെ ആണോ? നീ ഓണാക്കണോ? ഓക്കെ ആണോ? എനിക്ക് എന്താ സന്തോഷമില്ലാത്തത്? എന്നിട്ടൊന്ന് നിനക്ക് ധ്യാനൂസിനോടാണ് ഇഷ്ടം ഇഷ്ടം എന്ന് പറയുന്നിട്ടാ. എന്താ അങ്ങനെ ആണോ? ഓക്കെ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ രാവിലെ മുതലേ സ്റ്റാർട്ട് ചെയ്ത വീഡിയോ കേട്ടോ. അപ്പോൾ ഒരുപാട് ലെങ്തി ആയിപ്പോയി നമ്മുടെ വീഡിയോ. നമ്മൾ കാണിച്ചില്ലേ, അപ്പോൾ ഒരുപാട് ലെങ്തി ആയിപ്പോട്ടെ. അപ്പോൾ ഇപ്പോൾ സമയം 4 മണിയായി ആവാനായി. ഇനി ഞങ്ങൾ ചോറുണ്ടില്ല കേട്ടോ. ഞങ്ങളിപ്പോൾ ബർഗറൊക്കെ കഴിച്ചുകൊണ്ട് ചോറുണ്ടില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ ചോറുണ്ട് നമ്മൾ ഒന്ന് കിടക്കണം. എന്നിട്ട് കുറേ കഴിഞ്ഞിട്ട് നമ്മൾ വെയിലൊന്ന് താണിട്ട് വേണം നമ്മൾ ചെടിക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ ആട്ടോ നമ്മൾ ഇന്നത്തെ ദിവസം അങ്ങനെ കടന്നുപോയി. അപ്പോൾ വീണ്ടും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നാളെ കാണാം. അപ്പൊ അതുവരെയൊക്കെ എല്ലാവർക്കും അതിപ്പോ പറയൂല, അത് നമ്മളെ നാളത്തെ വീഡിയോയില്. ഓക്കെ, നാളത്തെ വീഡിയോ അത് പറയാൻ പറ്റില്ല, അത് പറയാൻ പറ്റില്ല. അപ്പൊ ഗൈസ് നമ്മൾ അടുത്ത വീഡിയോയിൽ നാളെ കാണും. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ബൈ.